സ്വയംവര പന്തൽ. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. മാറ്റങ്ങൾ ആവശ്യമാണമ്മേ, പുതിയ ബന്ധങ്ങളും. പഴയതെല്ലാം മറന്നു ഞാനെന്തോ. ഇനി ആരും ഒന്നും ഓർപ്പിക്കാനായിട്ട് നിൽക്കണമെന്നില്ല. അവളുടെ പേര് പോലും ഇനി ഇവിടെ പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല. അതും പറഞ്ഞ് അവരെ നോക്കിയിട്ട് മുറിയിലേക്ക് കയറി വാതിലടച്ചു. അമ്മേ, ഏട്ടൻ പഴയ ഏട്ടനെയല്ല, മാറിപ്പോയി, വല്ലാതെ മാറിപ്പോയി. എന്തോ എൻ്റെ മനസ്സ് പറയുന്നു അമ്മയെടുത്തി പാവാണെന്ന്. എത്ര വേദന അനുഭവിച്ച് കാണും. ആ ദുഷ്ടൻ ക്രൂരായി. പറഞ്ഞതും കരഞ്ഞു പോയിരുന്നു ദേവു. എന്ത് ചെയ്യാനാ മോളെ, ആ കുട്ടി എന്നെയല്ലേ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ്. എന്നാലും മഹാലക്ഷ്മിയുടെ മകളല്ലേ, ഇവൻ എന്തോ വലിയ തെറ്റിലേക്ക് പോകുന്നു നിന്റെ മനസ്സ് പറയുന്നു. അതും പറഞ്ഞ് അവർ അകത്തേക്ക് പോയി. പുറകെ ദേവും. പഴയ ഒരു 2 നില വീട്ടിലേക്കാണ് ആ കാറ് ചെന്ന് നിന്നത്. കുരിശിങ്കൽ എന്ന സ്വർണ്ണലിപിയാൽ ചുമരിൽ തൂങ്ങിയാടുന്ന ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എബ്രഹാം ജോണിന്റെ വീട്. കാറിന്റെ ഹോണടി കേട്ടതും 70 വയസ്സോളം പ്രായമുള്ള ഐശ്വര്യമുള്ള ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരു കരച്ചിലോട് അവളെ കെട്ടിപ്പിടിച്ചു. എന്റെ മോളെ കാണാൻ പറ്റിയല്ലോ ഈ അമ്മച്ചിക്ക്. അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു. അമ്മച്ചിയുടെ പുലിക്കുട്ടി ലക്ഷ്മി മോള് തന്നെ അല്ലേടാ? അതേ കണ്ണ്, മൂക്ക്, ചുണ്ട് പറഞ്ഞുകൊണ്ട് അവളെ തലോടി അമ്മച്ചി. ഒന്ന് മൂളുക മാത്രം ചെയ്ത് അവൾ അച്ഛൻ കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് നടന്നുപോയി. അകത്തേറി വാതിലടച്ചു. നീ അല്ലായിരുന്നോ പറഞ്ഞ് എന്റെ കൊച്ചുമോള് പുലിക്കുട്ടിയാണെന്ന്? എന്നിട്ടിപ്പോ എന്താടാ ഇത്? ഈ 7 മാസം കൊണ്ട് കുറെ അനുഭവിച്ച എൻ്റെ മോള്, അവളെ തകർത്തില്ലേ എൻ്റെ കുഞ്ഞിനെ. ഇപ്പൊ എല്ലാവരുടെയും കണ്ണിൽ അവൾ ഒരു ഇരയാണ്. ഭർത്താവിനെ വലിച്ചെറിഞ്ഞവളാ. ഇപ്പതേ കുറഞ്ഞ മാസം കൊണ്ട് അറിഞ്ഞു ഞാൻ. ഓരോ നിമിഷവും ഉരുകി തീരും എൻ്റെ മോള്, അനന്തിനു വേണ്ടി, അവൻ്റെ പ്രണയത്തിനു വേണ്ടി പറഞ്ഞുകൊണ്ട് തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നു. എന്തുകൊണ്ടാ അമ്മച്ചി എൻ്റെയും മോളുടെയും ജീവിതം ഇങ്ങനെയായി തീർന്ന്? സ്നേഹിക്കുന്നവരെയൊക്കെ കിട്ടാതെ പോകുന്നത്. എൻ്റെ ലക്ഷ്മിയുടെ ജീവിതം തകർത്തവർ തന്നെ എൻ്റെ മോളുടെ ജീവിതം കൂടി. പറഞ്ഞതും അയാൾ വിതുമ്പിപ്പോയിരുന്നു. അയാളെ ചേർത്ത് പിടിച്ചു ആ അമ്മച്ചി. പോട്ടെടാ, കർത്താവ് കാണുന്നുണ്ടല്ല, കാത്തോളും, എല്ലാം ശരിയാവും. നമുക്ക് നല്ല ബന്ധം നോക്കാം എൻ്റെ പുലിക്കുട്ടിക്ക് വേണ്ടി. എല്ലാം അറിഞ്ഞുകൊണ്ട് ആരും വരാണ്ടിരിക്കില്ല. അമ്മച്ചി എന്നതായി പറയുന്നേ? അവൾക്ക് അനന്തു എന്ന വെറും പ്രണയമല്ല, പ്രാണനാ, അവളുടെ ശ്വാസാവൻ. അങ്ങനെയുള്ള അവൾക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവില്ല. പിന്നെ ഒരു നല്ല ജീവിതം, സന്തോഷം എന്നുവെച്ചാൽ അതിൻ്റെ എല്ലാ അവസാനം കല്യാണമല്ലല്ലോ. അതിനും അപ്പുറം അവൾക്കൊരു ജീവിതമുണ്ട്. അതിലേക്ക് വരണം അവള്, പുതിയൊരു ജീവിതത്തിലേക്ക്. അമ്മച്ചി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. ഇപ്പം എൻ്റെ തലയിലൊന്നും കയറുന്നില്ല, പിന്നെ സംസാരിക്കാം. അതും പറഞ്ഞ് ഫ്രഷ് ആവാൻ വേണ്ടി അയാൾ മുറിയിലേക്ക് പോയി. നിലത്ത് ഭിത്തിയോട് ചാരി കണ്ണുകൾ അടച്ചിരുന്ന അമൃത ഓർമ്മകൾ കാറ്റിന്റെ വേഗത്തിൽ മനസ്സിലേക്ക് ഓടി വന്നു. തന്റെ ജീവിതം തകർത്ത ആ ദിനം. അമ്മ പറഞ്ഞതൊക്കെയും സത്യമാണോ എന്നറിയാൻ അവൾ അവിനാശിനെ കാണാൻ അവന്റെ പ്ലേവുഡ് മില്ലിലേക്ക് അമൃത ചെന്നു. ആഹാ, ഇതാരും അമ്മൂട്ടിയോ ചോദിച്ചുകൊണ്ട് അവളെ കണ്ടുടനെ പോയി കെട്ടിപ്പിടിച്ചു അവിനാശ്. ഒന്ന് പിടഞ്ഞ് കുതിരിമാറി അമൃത. ഓ സോറി, എന്തുപറ്റി അമ്മുക്കുട്ടി? ആ ഒരു മാറ്റം. സാരി, സീമന്തരേഖയിൽ സിന്ദൂരം, കഴുത്തില് താലി. എന്താ അമ്മൂ ചെയ്ത്? നീ വല്ല ഫാൻസി ഡ്രസ്സിന് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ചേരില്ലടി, അതോ അവൻ്റെ ഭാര്യ. എന്തായാലും കോമഡി ആയിട്ടുണ്ട്. നിനക്ക് ചേരുന്നതേ ഈ അവിനാശിന്റെ താലിയാ. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു കൈ അവളുടെ തോളിലും മറ്റേത് താലിയുമായി പിടുത്തമിട്ടു അവൻ. അവിനാശ്, നീ എന്തീ കാണിക്കുന്നത്? ദേഷ്യത്തോടെ പറഞ്ഞ് അവന് നേരെ കൈ ചൂണ്ടി അമ്മു. അത് കണ്ടതും ഉറക്കെ ചിരിച്ചു അവിനാശ്. എന്താണ് അമ്മു ചെയ്ത്? ഭർത്താവിനോടുള്ള സ്നേഹോ അതോ അനന്തകൃഷ്ണനോടുള്ള പ്രണയോ? എന്താണ് അമൃത? ഒരു പ്രത്യേക ഈണത്തിലായിരുന്നു അവനത് ചോദിച്ച്. ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി പറഞ്ഞു തുടങ്ങി. പ്രണയം അതറിയില്ല, പക്ഷെ വെറുപ്പില്ല, ദേഷ്യവും ഇല്ല, അത്രമാത്രം. അവിനാശ്, നീ ഇതുവരെയുള്ളൊക്കെയും മറക്കണം. എനിക്ക് എൻ്റെ അമ്മയുടെ സന്തോഷമാണ് വലുത്. എനിക്ക് ജീവിക്കണം. അമ്മ ആഗ്രഹിക്കുന്നത് ഞാൻ അവനെ സ്നേഹിക്കണം എന്നാ. ഇപ്പം ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ ഒന്നും ഇല്ലായിരുന്നല്ലോ. അവളുടെ ഓരോ വാക്കുകൾ കേട്ടതും അവൻ്റെ മുഖം കോപത്തോടെ വലിഞ്ഞു മുറുകിയിരുന്നു. പിന്നെ അവൻ പറഞ്ഞു, നീ അമ്മാവനും ഇതെല്ലാം ചെയ്ത സ്വത്തിന് വേണ്ടിയാണെന്ന്. ഞാനത് വിശ്വസിച്ചിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വേണ്ട അവിനാശ്. അമ്മാവനോടും കൂടെ അതൊന്ന് പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ അമൃതയുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വരും. രണ്ടാൾക്കും അത് നല്ലതിനാവില്ല. അത്രയും പറഞ്ഞ് അവിനാശിനെ ജ്വലിക്കുന്ന കണ്ണുകളോടെ നോക്കി തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും അവളുടെ കൈ കയറി പിടിച്ചു അവിനാശ്. അങ്ങനെ അങ്ങ് പോയാലോ അമ്മൂട്ടി? എത്രയാലും കുറച്ചുനാൾ ഞാൻ നടന്നാലും നിന്റെ പുറകെ, അപ്പോൾ ഒരു ലാഭമൊക്കെ എനിക്കും വേണ്ടേ? പറഞ്ഞുകൊണ്ട് ഇരുതോളം പിടിച്ച് അവന് മുഖാമുഖമായി തിരിച്ചു നിർത്തി അവളെ. എന്തീ കാണിക്കുന്നീ? അവിനാശ് വീട്, എനിക്ക് പോണം. നീ ഇത്രക്കും അതേടി പുല്ലേ. പിന്നെ നീ എന്താന്ന് വിചാരിച്ച്? നിന്റെ പ്രണയം അത് അവനോടത്തേക്ക്, അവനത് മതിയാവും. ചെറിയ പ്രായത്തിലെ തുടങ്ങിയ പ്രണയല്ലേ, അപ്പൊ പിന്നെ അവന് അത് മതി. അവനത് പറഞ്ഞ ഞെട്ടിൽ നിന്ന് പോയി അമൃത. നീ എന്താ പറഞ്ഞ? അനന്തുവേട്ടൻ? അപ്പൊ അതറിയില്ല, പൊട്ടം പറഞ്ഞിട്ടില്ലല്ലേ? ആ,
ഞാൻ പറഞ്ഞുതരാം. സമയം ഒരുപാടുണ്ടല്ലോ. 8ാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രണയ നിന്റെ ആ കരിങ്കാലിന് നിന്നോട്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ നിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടാക്കിയത് ഞാൻ. ഒരു പുണ്യ പ്രണയം. അവനിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും ഹൃദയത്തെ കുത്തി നോവിക്കുന്ന പോലെ തോന്നിയവൾക്ക്. ആനന്ദുവേട്ടൻ എന്നെ ഇഷ്ടം? അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അവിനാശിന്റെ മുഖം കഴുത്തിരിക്കലമർന്നും ഒരു ഞെട്ടലോടെ കുതറിമാറി അമ്മു. അവനും ഒന്നും അറിയില്ല അമ്മു. നമുക്കൊന്ന് കൂടാ. നീ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോ ഒരു തരം പെരുപ്പ് കയറാ. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അമൃത. എന്താ പറഞ്ഞുകൊണ്ട് അവന് നേരെ കൈയോങ്ങിയതും ആ കൈ അവന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന അവിനാശ്. കിടന്ന് പെടക്കാതടി. അവൻ നിന്നെ തൊട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. നീ ഇപ്പോഴും ഫ്രഷ് പീസാ. ഈ അവിനാശിന് ഫ്രഷായിട്ട് തന്നെ കഴിക്കാനാ താല്പര്യം. അതുകൊണ്ട് ഞാൻ കഴിച്ചതിന്റെ എച്ചിൽ കഴിച്ചാൽ മതി. ആ എച്ചിൽ പട്ടി എന്താടാ പറയുന്ന പറയുക. അവിനാശിന്റെ കവിളിൽ അവിടെ കൈ പതിച്ചത് ഒരുമിച്ചായിരുന്നു. ആ മനസ്സിൽ ഇപ്പോഴും ഈ അമ്മുവാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ട് അമൃത ആനന്ദകൃഷ്ണനുള്ളതാ. എച്ചിൽ പട്ടി നീയാണ്, ആ മനുഷ്യനല്ല. ആ മനുഷ്യനെ മനസ്സിലാക്കത്താൻ ഞാൻ പാപിയാ, മഹാപാപി. അതും പറഞ്ഞ് അവിനാശിനെ തള്ളി മാറ്റി തിരിഞ്ഞു തലയുടെ പിന്നിൽ ശക്തിയിൽ പ്രഹരമേറ്റിരുന്നു. വിളിക്കുകയും നിലത്തേക്ക് വീണിരുന്ന അമൃത നിലത്ത് വീണ് കിടക്കുന്ന അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അവന് തരം ആവേശത്തോടെ അവളുടെ മുകളിലേക്ക് കയറി കിടന്നു. ചുണ്ട് കടിച്ചു പറിച്ചു. വേദനയ്ക്കിടയിലും പൊരുതി അവൾ. വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെടുമ്പോഴും കുത്തിക്കയറുന്ന വേദനയോടെ അവൻ തന്നിലേക്ക് ഒരു പുഴുവിനെ പോലെ അമരുമ്പോഴും ഒന്ന് നേരിടാൻ പോലും ആവാതെ അബോധാവസ്ഥയിൽ ആ ചുണ്ടുകൾ മന്ത്രിച്ചു. ആനന്ദേട്ടാ മാപ്പ്. പിന്നെയും പിന്നെയും പല പ്രാവശ്യമായി അവൻ തന്നിലേക്ക് ആവേശത്തോടെ അമരുന്ന് അറിഞ്ഞിരുന്നവൾ തളർന്നു കിടക്കുന്ന അവന് സർവ്വശക്തിയും എടുത്ത് അവിടെ കിടന്ന ഒരു കമ്പി കൊണ്ട് ആഞ്ഞു കുത്തുമ്പോൾ അമൃതയുടെ മനസ്സിൽ ചിരിക്കുന്ന ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ പ്രാണനായ അനന്തകൃഷ്ണന്റെ മുഖം മാത്രം. അവനോടുള്ള പ്രണയവും. ജയിലിൽ നിന്നും കൊണ്ടുവന്ന ബാങ്കിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് ചുണ്ടോട് ചേർത്തു. ഭ്രാന്തമായി അതിൽ ചുംബിച്ചുകൊണ്ടേയിരുന്ന അമൃത. ഞാൻ ചീത്തയാനന്ദു വേട്ട. മദ്യം കുപ്പിയിൽ നിന്ന് 2 ഗ്ലാസ്സിലേക്കായി പകർന്നു ജോൺഫി. അതിലൊരു ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തു അനന്ത്. ഒരു പ്ലേറ്റിൽ നിന്ന് ഒരു ചിക്കൻ പീസ് എടുത്ത് വായിലേക്ക് വെച്ചു. എടി നീ ഒരെണ്ണെടുത്തടിക്ക്, വാണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞവൻ. ആ നീണ്ടു കിടക്കുന്ന വരാന്തയിൽ തൂണോട് ചാരി നിൽക്കുകയാണ് വാണി. അനന്തുവിന്റെയും ജോൺഫിയുടെയും കോളേജ് മേറ്റാണ് ഈ അഡ്വക്കേറ്റ് വാണി വിശ്വനാഥ്. തന്നെ തന്നെയും കുടിച്ചാൽ മതി, ഈ ശീലവും നമുക്കില്ല, കരൾ കളയാൻ വയ്യ, ആവശ്യമുള്ളതാണേ പറഞ്ഞുകൊണ്ട് അനന്തുവിനെ നോക്കിയവൾ. ഓ പിന്നെ ഒന്ന് പോടി, ഒരെണ്ണം അടിച്ചു എന്ന് വെച്ചാൽ നിന്റെ കരളൊന്നും എവിടെയും പോവില്ല. ജോൺഫി ആയിരുന്നു പറഞ്ഞു. നിങ്ങൾ അടിക്ക്, ഞാൻ അമ്മയുടെയും ദേവിന്റെ അടുത്ത് പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് വാണി അവിടുന്ന് അകത്തേക്ക് കയറിപ്പോയി. അവൾ പോകുന്ന നോക്കി അനന്ത് വീണ്ടും ഒരു ഗ്ലാസ്സിൽ മദ്യം ഒറ്റവലിക്ക് അകത്താക്കി. ഒന്ന് നിർത്തടാ, ഇങ്ങനെ അടിച്ച നിന്റെ കരള് പണി കൊടുക്കും മോനെ, ഒന്ന് നിർത്ത്. അല്ലെങ്കിൽ തന്നെ ജാനിമയുടെ വായിലിരിക്കുന്ന ഞാൻ കേൾക്കുക. ഇല്ലാത്ത ശീലങ്ങളൊക്കെ നിന്നെ പഠിപ്പിക്കുന്നു ഞാനാണെന്നും പറഞ്ഞു. ഏയ് നീയാ അല്ലടാ, ഇപ്പോഴായി ആനന്ദ് ജീവിതം ആസ്വദിക്കുന്നത്. കടാ വീട്. ഇപ്പോഴോ മദ്യം കട വീട്, വീട് മദ്യം കട. എന്തൊരു ചേഞ്ച് ഹാഷ് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും മദ്യം ഗ്ലാസ്സിൽ ഒഴിച്ച് ഒറ്റവലിക്ക് തന്നെ കുടിച്ചു തീർത്തു. അത് കണ്ടതും ജോൺഫി മുകളിലേക്ക് നോക്കി കുരിശു വരച്ചു. വാണിയകത്തേക്ക് ചെല്ലുമ്പോൾ അടുക്കളയിലാണ് അമ്മയും ദേവും. കക്കിയിറച്ചി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. ദേവ് സലാഡിനുള്ള അരിയുന്നുണ്ട്. അമ്മേ, രണ്ടുപേരും നല്ല പരിപാടിയിലാണെന്ന് തോന്നുന്നു. ഞങ്ങളൊന്നും ബുദ്ധിമുട്ടായോ? അങ്ങനെയൊന്നുമില്ല മോളെ, അവൻ ഇങ്ങനെ ആയതിൽ സങ്കടമേ ഉള്ളൂ. ഇല്ലാതിരുന്ന ശീലായിരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ കണ്ണുടച്ചു. എല്ലാം അവള് കാരണമല്ലേ, എന്ത് നല്ല ക്യാരക്ടറായിരുന്നു അവൻ്റേത്. ഇപ്പോഴും ഒരു വെറുപ്പോടെ പറഞ്ഞു വാണി. അത് കേട്ടൊന്നും ദേവിനത് ഇഷ്ടമായില്ല. വാണിയച്ചി എന്താ ഈ പറയുന്നത്? അമ്മയെടുത്ത് അത്ര ഭയങ്കരമൊന്നും ആയിരുന്നില്ല, കുറച്ച് തൻ്റെ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഏട്ടനെ എടുത്തിയെന്ന് വെച്ചാൽ ജീവനാ. പിന്നെ ഇപ്പൊ കുറച്ച് വേണ്ടാത്ത കൂട്ടുകെട്ടി പോയി ആ പാവത്തിന് വെറുത്തു പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ നോക്കി ദേവു വാണിയെ. ദേവ് എന്നെയാണ് ഉദ്ദേശിച്ചത്, അതിഷ്ടമായി ഒരു ചിരിയോടെ പറഞ്ഞു വാണി. അങ്ങനെ തോന്നിയോ? ഞാൻ ചേച്ചിയല്ലായിരുന്നു ഉദ്ദേശിച്ച്, മൊത്തത്തിൽ പറഞ്ഞായിരുന്നു. ദേവും വിട്ടുകൊടുത്തില്ല. നീ മൂത്തവരോട് ഇങ്ങനെയാണ് സംസാരിക്കുക? അമ്മ ദേവിനോട് അതും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഏയ് കുഴപ്പമില്ലമ്മേ, പിന്നെ ഈ അമ്മ അത്ര നല്ലവളൊന്നുമല്ല. നിന്റെ ഏട്ടന് അറപ്പും വെറുപ്പായിരുന്നു, എന്നിട്ട് ഇപ്പോഴും അറച്ചു പോകുന്ന രീതി കാണിച്ച ആരാ? അവനുമായിട്ട് എന്നിട്ടിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ കണ്ണിൽ പൊടിയിട്ട് പീഡനാക്കി മാറ്റി. എന്തോ വലിയ ശബ്ദത്തോടെ തറയിൽ വീഴുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഒരു ഞെട്ടലോടെ 3 പേരും. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ വാതിൽപ്പടിയിൽ നിൽക്കുന്നു അനന്തു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവളെ കുറിച്ച് ഇനി ഇവിടെ മിണ്ടിപ്പോരുതെന്ന്. മനുഷ്യന് സമാധാനം തരുന്നുണ്ടോ? അതും പറഞ്ഞ് ആടി അവൻ മുറിയിലേക്ക് പോയി. ഒരാശ്വാസ ചിരി ചിരിച്ചു വാണി. എന്നാൽ അമ്മയുടെയും ദേവിന്റെയും മുഖത്ത് സങ്കടമായിരുന്നു. മുറിയിലേക്ക് ചെന്നു കട്ടിലേക്കൊരു വീഴ്ചയായിരുന്നു അവൻ. കണ്ണടഞ്ഞതും ഉറക്കത്തിലേക്ക് വഴുതിപ്പോയിരുന്നു. എന്നാൽ കിലോമീറ്ററുകൾക്കപ്പുറം ഉറക്കം തഴുകാത്ത കണ്ണുകളുമായി അവനെയും ഓർത്തിരുന്നു അവൾ, അമൃത.
ചുരിദാറിനിടയിൽ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലി കയ്യിലെടുത്ത് ചുണ്ടോട് ചേർത്തു. എനിക്ക് ഇത് മതി അനന്തു, നിന്നെ ഓർക്കാൻ, ഈ ഓർമ്മയിൽ നേറി ജീവിക്കാൻ. ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മോളുറങ്ങിയില്ലേ? വാതിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു അബ്രഹാം. അത് കേട്ട് ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു വന്നു. ഇല്ല പപ്പ, ഉറക്കം വന്നില്ല, അതാ ഞാൻ. അറിയാം, ഇന്ന് മോൾ ഉറങ്ങില്ല എന്ന് മോള് തന്നെ എടുത്ത തീരുമാനമല്ലേ, പിന്നെന്താ? അതെ, ഞാൻ തീരുമാനിച്ച എൻ്റെ അനന്തുവിന് വേണ്ടി. എൻ്റെ മനസ്സിലിപ്പോൾ ദൈവതുല്യാണ് ആ മനുഷ്യൻ. അപ്പോൾ അവന് കിട്ടുന്ന പെൺകുട്ടിയും ഏറ്റവും ബെസ്റ്റായിരിക്കണം. ഹൃദയം നുറുങ്ങി പറയുമ്പോഴും ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ കരഞ്ഞുപോയിരുന്ന അമൃത. ഞാൻ എന്താ മോളെ വേണ്ടേ? കുറച്ച് മാസങ്ങളായിട്ട് മോള് പറയുന്നു, പപ്പ കേൾക്കുന്നു. ആ വക്കീൽ നല്ല കുട്ടിയാ, അനന്തേട്ടൻ മേച്ചാണ്, രണ്ടുപേരും ചേരും അല്ലേ പപ്പ? കണ്ണുനീർ അയാൾ കാണാതെ തുടച്ചുകൊണ്ട് പറഞ്ഞു അമൃത. ഒന്ന് മൂളുക മാത്രം ചെയ്തു അയാൾ. എനിക്ക് കാണണം എൻ്റെ അനന്തുവിൻ്റെ കല്യാണം, പിന്നെ അവരുടെ കുട്ടികൾ. എനിക്ക് എടുക്കണ ഈ കൈ കൊണ്ട്, പിന്നെ എനിക്ക് ഉമ്മ വെക്കണം. അത്രയും പറഞ്ഞതും വാക്കുകൾ മുറിഞ്ഞു. പിന്നെ ആർത്താർത്ത് കരഞ്ഞുകൊണ്ട് എബ്രഹാമിന്റെ മാറിലേക്ക് വീണിരുന്ന അമൃത അയാൾ അവളെ ചേർത്ത് പിടിച്ചു. കണ്ണാ, അമ്മയുടെ വിളി കേട്ടതും കണ്ണുകൾ തുറന്നു അവൻ. എന്താണെന്ന അർത്ഥത്തിൽ അവരെ നോക്കിയിട്ട് മുണ്ടും മടക്കി കുത്തി എഴുന്നേറ്റു. കണ്ണാ, മോളെ ഒന്ന് കാണായിരുന്നു. അതിന് ദേവൂടെ ഉണ്ടല്ലോ, അവളെങ്ങോട്ടെങ്കിലും പോയോ? അവൻ ബാത്റൂമിലേക്ക് പോകുന്നതിനോട് ചോദിച്ചു. അതല്ലടാ, എനിക്ക് അമ്മ മോളെ ഒന്ന് പറഞ്ഞു തീർന്നു. അടുത്തിടന്നിരുന്ന കസേര തട്ടിത്തെറിപ്പിച്ചവൻ ആ നിമിഷം അമ്മ ഞെട്ടലോടെ പുറകോട്ട് പോയി. ആരാ നിങ്ങളുടെ മോള്? നിങ്ങൾക്ക് ഒരു മകളേ ഉള്ളൂ, ദേവു. ആ നന്ദിയിട്ടവരുടെ കാര്യം ഇനി ഇവിടെ മിണ്ടിപ്പോരുത്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ സമാധാനം കളയാൻ. ദേഷ്യത്തോടെ ബാത്റൂമിൽ കയറി വാതിൽ വലിച്ചടച്ചു അനന്ത്. കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ബെഡിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മ. അവൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അലമാരിൽ നിന്നൊരു ഷർട്ട് എടുത്തിട്ടു. നീ പറഞ്ഞു നിനക്ക് അവളെ വെറുപ്പാണ് കാണേണ്ടെന്ന്, പിന്നെ ഇതെന്താണ് കണ്ണാ? തിരിഞ്ഞു നോക്കി അവൻ കണ്ടു അമ്മയുടെ കയ്യിലിരിക്കുന്ന നീർമാതളം പൂത്തകാലം എന്ന തന്റെ പുസ്തകം. ഒരു ഞെട്ടലോടെ അവൻ തട്ടിപ്പറിപ്പിച്ചു. ഒരു പൂച്ച ചിരിച്ചു അമ്മ. പിന്നെ ഇതെന്താണടാ? പറയാൻ. നിനക്ക് എവളെ വെറുപ്പാണെങ്കിൽ പിന്നെ എന്തോന്നിനാ ഈ ഫോട്ടോസ് കാത്തു വെച്ചിരിക്കുന്നത്? അത് കേട്ടതും ആ ഫോട്ടോ പല കഷ്ണങ്ങളായി കീറി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അനന്തു. ഇപ്പൊ എന്തായാലും ഓർപ്പിച്ചത് നന്നായി. അവളുടെ അവശേഷിക്കുന്ന ഓർമ്മകൾ കുഴിച്ചു മൂടി അതിന് മുകളിൽ നിൽക്കും അനന്തു. എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട ആരും തോൽക്കില്ല ഈ അനന്തകൃഷ്ണൻ. അതും പറഞ്ഞ് മുറിയിൽ നിന്ന് പോവാൻ തുടങ്ങി അവന്റെ മുമ്പിൽ നിറമിഴികളോടെ കയറി നിന്നു അമ്മ. എന്റെ മോ വല്ലാതെ അങ്ങ് വലുതായത് അറിഞ്ഞില്ലേ അമ്മ? ഇതിലും ഭേദം അവനായിരുന്നു ആ വിനാശ്. അവരുടെ ശരീരമല്ലേ പിച്ചു കീറിയുള്ളൂ, നീയോ ആ പാവത്തിന്റെ മനസ്സാ. നീ ഒന്നും ഗതി പിടിക്കില്ലടാ. ജ്വലിക്കുന്ന കണ്ണുകളോട് അവനെ നോക്കി പറഞ്ഞു അമ്മ. അതിന് പരിഹാസം നിറഞ്ഞ ചിരിയായിരുന്നു അവന്റെ ഉത്തരം. അതെ, ഗതി പിടിക്കരുത് ഒരിക്കലും. അവളെപ്പോലൊരു നന്ദിയിട്ടവളെ സ്നേഹിച്ചതിന് അനുഭവിക്കണം ഇനിയും ഞാൻ. അതും പറഞ്ഞ് അവനോടൊന്നും ബൈക്കുമായി പോയി. ആ അമ്മ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ആഴ്ചകൾ മാസങ്ങളായി കൊഴിഞ്ഞു. ഇതെങ്ങോട്ട് നീ പോകുന്നു? കാർ ഓടിക്കുന്നവനോടായി താല്പര്യമില്ലാത്ത രീതിയിൽ ചോദിച്ചു. എടാ, ഒരു പാർട്ടിയുണ്ട്. ഹിറ്റ്ലറുടെ മകന്റെ വീട് വഞ്ചിരിപ്പായിരുന്നു. പോവാൻ എന്നെ ഏർപ്പാടാക്കി. പോയിട്ടില്ലെങ്കിൽ അത് മതി, പഞ്ഞിക്കിടും. ദേ ഇങ്ങോട്ട് നോക്കിയേ, 50,000 രൂപയാണ് തന്നിരിക്കുന്നത്. പകുതി നമുക്ക് കൂടാം, ബാക്കി ഗിഫ്റ്റ് വാങ്ങാം. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പർ അല്ലേ? നിർത്തടാ തെണ്ടി വണ്ടി. ആനന്ദിന് ആരുടെയും ഓശാനം വേണ്ട, അവന്റെ അപ്പന്റെ കോപ്പ്. എന്റെ അളിയാൻ വേണ്ട. ഫംഗ്ഷന് പോയിട്ട് തലകാണിച്ചെങ്കിൽ വരാം, എനിക്ക് വേറെ ആരുടെ ഉള്ളത്. ആനന്ദവനെ രൂക്ഷമായി നോക്കി സീറ്റിൽ ചാരി കണ്ണടച്ചിരുന്നു. ഡാ, സ്ഥലത്തി ഇറങ്ങി. കണ്ണി ചിമ്മിക്കുന്ന ലൈറ്റിന്റെ വെളിച്ചത്തിലേക്കൊന്ന് നോക്കി ശേഷം അവൻ ഇറങ്ങി. നീ പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. വാട ഇങ്ങോട്ട്. ജോൺഫി അവന്റെ കൈവലിച്ചിടന്നു. ഈശോയെ, എന്റെ അനന്തു, എന്നതാടാ ഇത്? മതി, ഒന്ന് നിർത്തടാ. എത്ര ദൂരം പോവാണ്ടതാ? മതി. എന്നാ മതിയെന്നാ അനന്ത്? പക്ഷേ പൂസല്ല അല്ലേടാ. പറഞ്ഞ് കസേരയിൽ നിന്ന് എണീറ്റ് അഴിഞ്ഞു വീഴാൻ തുടങ്ങിയ മുണ്ടെടുത്ത് മുറുക്കിയെടുത്ത് നടന്നു. വീഴാൻ തുടങ്ങിയതും ജോൺഫി അവനെ താങ്ങിയതും അവനെ തടഞ്ഞു. അനന്ത് കുഞ്ഞുകുട്ടിയല്ല, നടന്നോളാം. മുന്നോട്ട് നടന്ന് തിരിഞ്ഞു. അജയന്മാർ താങ്ക് യു, നന്ദി എന്നും പറഞ്ഞ് തിരിഞ്ഞതും ആരുടെയോ ദേഹത്ത് മുട്ടി വീഴാനായി തുടങ്ങിയതും ഒരു കൈ അവന്റെ ഷർട്ടിൽ പിടുത്തമിട്ടു. ആ പിന്നെ നന്ദി, ഞാൻ വീണില്ലല്ലോ. ഒരു ചിരിയോടെ തലയുയർത്തി നോക്കി. അവനിൽ പിടുത്തമിട്ട കൈ പതിയെ അഴിഞ്ഞു. തന്നെ നോക്കി നിൽക്കുന്ന ആ മിഴികൾ കണ്ടതും വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ കൈകൾ തട്ടിത്തെറിപ്പിച്ചവൻ. ആഹാ, ഇതാറ് അമൃതത്തമ്പുരാട്ടിയ? അടിയൻ കണ്ടില്ല, ക്ഷമിക്കണം പറഞ്ഞ് അവിടെ നേരെ കൈകൂപ്പി. അവന്റെ ആ നിൽപ്പും സംസാരവും അവളിൽ നോവുണർത്തി. വേച്ച് പോകുന്ന ആ മനുഷ്യനെ താങ്ങി പിടിക്കാനും തന്റെ മാറോട് അടക്കി പിടിക്കാനും അവളുടെ ഹൃദയം വെമ്പൽ കൊണ്ടു. ഹലോ, കുയ് എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കൂ പ്ലീസ്. അതും പറഞ്ഞ് കൈയൊന്ന് തട്ടി പുറകോട്ടേക്ക് തിരിഞ്ഞവൻ. ഇതാണ് എന്നെ തേച്ചിട്ട് പോയ എന്റെ ഡിവോഴ്സായ എന്റെ അല്ലാത്ത എന്റെ ഭാര്യ. അതും പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. അവിടുന്ന് ആളുകൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി.
അനന്തു ഒന്ന് മിണ്ടാ നിൽക്ക്, ആളുകൾ ശ്രദ്ധിക്കുന്നു. ജോൺഫി അവന്റെ കൈ പിടിച്ച് വലിച്ചു. അവൻ പറയുന്ന ഓരോ വാക്കുകളും തന്റെ ഹൃദയത്തെ കുത്തി നോവിച്ചു. എങ്കിലും അവൻ അതിലൊരു സുഖം കണ്ടെത്തി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് പുറത്താരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന എബ്രഹാം വന്നു. മദ്യപിച്ച് കാല് നിലത്തൂത്താൻ പാടുവിടുന്ന അനന്തുവിനെ കണ്ടു. അയാളൊന്ന് ഞെട്ടി. അമൃതയെ ചേർത്ത് പിടിച്ചൊന്ന് വിറച്ചുപോയി അവൾ. എങ്കിലും മുഖത്തത് കാണിക്കാതിരിക്കാൻ ആവുന്നത് ശ്രമിക്കുന്നുണ്ട് അവൾ. അവനെ പിടിച്ചു വെച്ച് ജോൺഫിയിൽ നിന്ന് അവൻ കുതിരി മാറി. എന്റെ ജീവിതത്തിൽ വന്ന പാഷാണത്തിൽ ക്രിമിയലടി നീ, എന്നിട്ടിപ്പോ ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുന്നു. അനന്തു, നീ കാര്യം അറിയാവോരൊന്നും പറയരുത്. അബ്രഹാം അമൃതയുടെ മുന്നിലായി കയറിയുന്നുകൊണ്ട് പറഞ്ഞു. ജോൺഫി, എന്താ ഇത്? ഇവരെന്റെ അതിഥികളാ, എന്റെ ഫ്രണ്ടും മകളും. നീ ആൾ വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക്. എങ്കിൽ സോറി, അത് അമൃത ഇവന്റെ ഭാര്യയായിരുന്നു, ഞാൻ കൊണ്ടുപോയിക്കോളാം. അനന്തു വന്നേ. വേണ്ട, വീട്ടേക്ക്. വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് പോവാം, വാ. എനിക്ക് ഇവളോടൊരു കാര്യം പറയണം. എടേ, നീ നോക്കിക്കോ, നിനക്ക് വെളുവെളുത്ത സായിപ്പിനെ പോലെ ഒരുത്തനെ കിട്ടുവടി. എന്നിട്ട് പൂട്ടിയടിച്ച പോലൊരു ഡസം മക്കളുണ്ടാവുമടി. നോക്കിക്കോടി നീ, അനന്തുവിന് നിന്നേക്കാൾ സുന്ദരിയ ഒരു പെണ്ണിനെ കിട്ടും. എന്നിട്ട് നിന്റെ മുന്നിലൂടെ ദിങ്ങനെ ഇങ്ങനെ നോക്കടി, ദിങ്ങനെ നടക്കൂടി എന്നും പറഞ്ഞ് അവൻ മുണ്ടും മടക്കി കുത്തി നടക്കാൻ തുടങ്ങി. അത് കണ്ടിരുന്നവർക്ക് ചിരിക്കാനുള്ള വക നൽകി. നിറഞ്ഞു വന്ന മിഴികൾ അവനിൽ നിന്ന് അമൃത മറച്ചു പിടിച്ചു. എന്നാ പിന്നെ ആൺകുട്ടിയാണ് ഇനി അത് ചെയ്ത് കാണിക്കുക. എന്നിട്ട് നീ എന്റെ മകളുടെ മുന്നിൽ വാ. അബ്രഹാം അവന് നേരെ വിരൽ ചൂണ്ടി. കാണിച്ചു തരും ഞാൻ. ഇന്നേക്ക് 15-ാം പക്കം എന്റെയും വാണിയുടെയും വിവാഹം. മകളെയും കൂട്ടി വരണം. അതും പറഞ്ഞ് തിരിഞ്ഞടക്കാൻ തുടങ്ങിയവൻ ഒരു നിമിഷം എന്തോ ആലോചിച്ച് അവിടെ തന്നെ നിന്നു. ഒരു കടം കൂടി ബാക്കിയുണ്ട്. നിങ്ങളിങ്ങോട്ട് മാറി കാർന്നോരെ പറഞ്ഞുകൊണ്ട് അവളെ കൈ നീട്ടി ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി അവളുടെ അടുത്തേക്ക് ചെന്നു. ആ കൈ പിടിക്കുകയും തന്റെ നെഞ്ചോട്ട് വലിച്ചിട്ട് ഒരുമിച്ചായിരുന്നു. അവളൊന്ന് വിറച്ചുപോയി. തന്റെ ശരീരം അവനിൽ അമർന്നതും ആ നിമിഷം അവസാനിക്കരുതെന്ന് തോന്നിപ്പോയി. കണ്ണുകൾ അടച്ചു നിന്നു അവൻ അവളെ തന്നെ നെഞ്ചോട് ഇറുക്കി പിടിച്ചു. അവനിൽ നിന്നും മദ്യത്തിന്റെ ഗന്ധമടിച്ചതും കണ്ണുകൾ വലിച്ചു പറഞ്ഞു. അപ്പോഴേക്ക് അവൻ തന്നിൽ നിന്ന് അകന്നു മാറിയിരുന്നു. അതെ, ഒരു ഭാര്യയായിട്ട് കൂടെ കഴിഞ്ഞിട്ട് പോലും നിന്നെ തൊട്ടിട്ടില്ലെന്നൊരു കുറ്റബോധം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ അതും മാറി കിട്ടി. അതും പറഞ്ഞുകൊണ്ട് ഒരു പുച്ച ചിരിച്ച് വേച്ച് നടന്നു പോകുന്നതിനെ കാണുന്നുണ്ടായിരുന്നില്ല അവൾ. കാഴ്ചയെ കണ്ണുനീർ മറച്ച് ഒരേങ്ങളോടെ വാപ്പത്തി ഓടിയിരുന്നു അമൃത. പുറകിൽ എബ്രഹാമും. എടാ പരനാറി പുന്നാര മോനെ, ഇത് കോപ്പാടാ അവിടെ കിടന്ന് ഉണ്ടാക്കിയേ. ഞാൻ ഇനി എങ്ങനെ അങ്കിളുടെ മുഖത്ത് നോക്കും? അവന്റെ ഒരു ചീഞ്ഞ ഷോ. അതും പറഞ്ഞ് പല്ലെറിഞ്ഞു. അതിനൊരു അട്ടഹാസായിരുന്നു അവന്റെ മറുപടി. നാ തിണ്ടി പാവ അമ്മുവിന്റെ മുഖം എനിക്ക് സഹിച്ചിട്ടില്ല. നിർത്തിക്കോണമെന്നുണ്ട് നിന്റെ ഒരു നാടകം. എന്തൊക്കെയാണ് പറഞ്ഞ പോലെ ഓർമ്മയുണ്ടോ? വാണി കെട്ടുവന്നോ? അറിയണ്ട അവള്, അല്ലെങ്കിൽ തന്നെ നിന്നെ മണപ്പിച്ചടക്കുക. ഇതും കൂടെ അറിഞ്ഞാൽ തീർന്നു. ചിരിച്ചുകൊണ്ട് താടി ഒഴിഞ്ഞ അനന്ത്. ഒഴിഞ്ഞൊരു സ്ഥലത്തായി കാറൊതുക്കി ജോൺഫി. ശേഷം ഡോറൊന്ന് പുറത്തിറങ്ങി അനന്ത്. പുറംതിരിഞ്ഞ് നിൽക്കുന്നവരെ തോളിൽ കൈവച്ച് ജോൺഫി. ഇതെന്തോന്ന് കോപ്പിലെ പ്രണയാണ്ട അനന്ത്, എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നെ. അവൻ ചോദിച്ച് അവനെ തന്നെ നേരെ തിരിച്ചെടുത്തി ജോൺഫി. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അനന്തുവിന്റെ കണ്ണിലെ നീർത്തിളക്കം കണ്ടവൻ. നീ ഒന്ന് പറയുന്നോളാ തെണ്ടി. അവനെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങി ജോൺഫി. വിട്ടു നിൽക്കടാ. എന്റെ പെണ്ണിന്റെ നെഞ്ചിലെ ചൂടുണ്ട് ഇവിടെ. ഈ ചൂടിൽ വേണം എനിക്കിന്ന് ഉറങ്ങാൻ. നെഞ്ചിൽ തൊട്ട് പറഞ്ഞ് ചെറുനോവോടെ ചിരിച്ചു അനന്ത്. ആ ചിരി ജോൺഫിയിൽ ഉണ്ടായിരുന്നു. ആ നെഞ്ചിൽ ഈ അനന്ത് മാത്രമേ ഉള്ളൂടാ. അത് പലവട്ട ആ കണ്ണിലൂടെ അറിഞ്ഞാൽ ഞാൻ കരയാതിരിക്കാൻ പാടുവിടെയായിരുന്നു. എൻ്റെ പെണ്ണ്, എൻ്റെ പ്രണയം, അതിനങ്ങനെ വിട്ടുകളയില്ലേ ഈ അനന്ത്. അതിനല്ലല്ലോ ഇത്രയും വർഷം ഈ നെഞ്ചിൽ കൊണ്ടു കിടന്നത്. നീ പറയണ്ട ഞാൻ നിന്റെ കൂടെ നിന്ന്. ജാനിയുടെ മുമ്പിൽ ഇത്രയും മാസം പിടിച്ചെന്ന് ഓർക്കാൻ വയ്യ. പാവം വാണി, അവളെയും പറ്റിച്ചു. എന്നാലും ഡിവോഴ്സ് അത് വേണ്ടിയിരുന്നില്ലടാ. ആ സമയം അവൾക്കത് ആവശ്യമായിരുന്നു. അവൾ അറിയുന്നില്ലടാ ജയിച്ചിട്ടും തോറ്റുപോയെന്ന്. അവളെ ഞാൻ ജയിപ്പിക്കും. പിന്നെ ഞാൻ ഇത്രയും കാണിച്ചു കൂട്ടിയത് അവൾ കുറച്ച് സമയം കൊടുക്കണം തോന്നി. എന്നിൽ നിന്ന് മോചനം ആഗ്രഹിച്ച അവൾക്ക് ഞാനത് കൊടുത്തു. ഇനി അനന്ത് വിചാരിക്കുന്നേ നടക്കൂ. അവൾ ഇപ്പോഴും നെഞ്ചിൽ പൂർണ്ണ പരിശുദ്ധിയോടെ നിറഞ്ഞിരിക്കുക. പക്ഷെ അവളത് അറിയുന്നില്ലടാ. അവൾ എനിക്ക് ചേരില്ലെന്ന അപകർഷതാബോധം അവളിൽ നിന്ന് ഇപ്പോഴും ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് തരം താഴ്ന്ന വിചാരങ്ങൾ, അതാ അവൾ എന്നിൽ നിന്ന് അകറ്റുന്നത്. എനിക്ക് ചേർന്ന പെണ്ണിനെ അന്വേഷിച്ച് നടക്കുക എൻ്റെ കാന്താരി. പാവം, അവൾ അറിയുന്നില്ലടാ ഈ ആനന്ദകൃഷ്ണനെ ചേർന്ന പെണ്ണ് അമൃതയാണെന്ന്. നീ കണ്ടില്ലടാ, ഞാൻ കെട്ടാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ആ ഉണ്ടക്കണ്ണ് നിറയുന്നു. അത് വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ചേർത്ത് പിടിച്ച്. എനിക്കായി തുടിക്കുന്ന ആ നെഞ്ചിന്റെ താളറിയാം. പറയുമ്പോൾ തൊണ്ടയിടറി വാക്കുകൾ മുറിഞ്ഞ അവന്റെ. എന്നാലും നീ കൊള്ളാടാ, അത്രയും പേരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിച്ചല്ലടാ ഊളെ. ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ തട്ടി ജോൺഫി. ആ സമയം അവളത് ആഗ്രഹിച്ചിരുന്നു ജോൺഫി.
ആവുന്ന പോലെ ശ്രമിച്ചാ ഡിവോഴ്സ് കൊടുക്കാതിരിക്കാൻ. പക്ഷെ വാശിയായിരുന്നു അവൾക്ക്. പുറമേ ദേഷ്യവും വാശിയും കാണിച്ച് എന്നെ വെറുപ്പിക്കാൻ നോക്കിയപ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല എൻ്റെ നെഞ്ചിൽ അവൾ ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണെന്നുള്ളത്. ആ സമയം സത്യം പറഞ്ഞാൽ കൺട്രോൾ വിട്ട് നിൽക്കുകയായിരുന്നു. ഓ, മുഖം മൊത്തം ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ ആഗ്രഹിച്ചാ ഞാൻ. എൻ്റെ കർത്താവേ, നീ കാത്തു. നിന്റെ ഒടുക്കത്തൊരു അഭിനയം കുറച്ച് കൂടുതലാ. എൻ്റെ പെണ്ണിപ്പൊക്കെ അറിയാവൂ അല്ലേടാ? ഏയ് അല്ല, ചിരിക്കുന്നുണ്ടാവും. അത്ര നല്ല തമാശയായിരുന്നല്ലോ അവിടെ നടന്ന്. എന്നോട് വെറുതെ ഒന്നിനും വേണ്ടിയല്ല ജോൺഫി. എന്നാലും അവൾ എന്നെ മനസ്സിലാക്കില്ലല്ലോടാ. അതാ എൻ്റെ സങ്കടം. ഗേറ്റ് കടന്ന് അവൾ വരുന്ന കണ്ടിട്ട് തന്നെയാ ഒറ്റയിരിപ്പിന് ഞാൻ അത്രയും കുടിച്ചു. അവിടെ കണ്ണുകളിൽ നോക്കി അത്രയും പറയാനേ എനിക്ക് ഇച്ചിരി പാടാ. നീ വാടാ, എല്ലാം ശരിയാവും. ഞങ്ങൾക്ക് ജോണിച്ചാനെന്ന് വിളിക്കാം. അദ്ദേഹത്തിനെല്ലാം അറിയാലോ. അവൻ കാത്തിരുന്ന് കിട്ടിയ മകളാ. അതിപ്പോ ഇങ്ങനെയായി. ഗാർഡനോട് ചേർന്ന് ആൾ തിരക്കില്ലാത്ത ഒരിടത്തായി മതിലിനോട് ചേർന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അമൃത. തോളിനൊരു കൈ അമർന്നും ആ മാറോട് ചേർന്ന് തന്റെ ദുഃഖങ്ങൾ ആ മാറിൽ ഒഴുക്കിയവൾ. മോളെ മതിടാ, നമുക്ക് പോവാം. അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു നിർത്തിയ അയാൾ, പപ്പ, അനന്തു, എൻ്റെ അനന്തു, എന്നെ വേറെ കല്യാണം വെറുത്തു പോയി പപ്പ. അപ്പ അത്രയ്ക്ക് ഞാൻ വെറുപ്പിച്ചിട്ടില്ലേ? ഏയ് മോളെ കരയാതെ. ഇതെല്ലാം മോളുടെ തന്നെ തീരുമാനമല്ലേ, അവൻ്റെ അല്ലല്ലോ. പല പ്രാവശ്യം മോളെ കാണാൻ ശ്രമിച്ച, പക്ഷെ നീയാ സമ്മതിക്കാതിരുന്ന്. മുന്നിൽ പോയി നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല എനിക്ക്. ദൈവത്തിന് തുല്യമുള്ള ആ മനുഷ്യൻ്റെ ഭാര്യയായിരിക്കാൻ എന്ത് യോഗ്യത എനിക്കുള്ളത്? ഞാൻ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചാൽ എനിക്ക് എന്ത് യോഗ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും പപ്പ? ഞാൻ പറയുകയും അയാളുടെ തോളിലേക്ക് ചായുകയും ചെയ്തു അമൃത. മോള് മുഖമൊക്കെ കഴുകുക. അപ്പോഴേക്കും പപ്പ വർഗീസിനോട് പറഞ്ഞിട്ട് വരാം. അവനും വല്ലാണ്ടായി. അതും പറഞ്ഞ് നടക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് കാതോട് ചേർത്തു. അനന്തു, കേട്ടല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് തകർന്നിരിക്കുക. ഇനി നീ അവളെ കരയിക്കല്ലേ മോനെ. അതുകൂടി താങ്ങാൻ കഴിയില്ലേ ഈ പപ്പയ്ക്ക്. ഒരു വിതുമ്പലോടെ പറഞ്ഞ് ഫോൺ തിരിച്ച് പോക്കറ്റിലിട്ടു. സീറ്റിൽ കണ്ണുകളടച്ച് ചാരിയിരുന്നു. അവളുടെ വാക്കുകൾ നെഞ്ചിൽ ആഴത്തിൽ കൊത്തിവലിച്ചു അവനെ. കണ്ണുനീർ കവിളിനെ തഴുകി ചാറിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. ജോൺഫിയെ വീട്ടിലിറക്കിയിട്ടായിരുന്നു അനന്ത് വീട്ടിലേക്ക് പോയത്. വാതിൽക്കൽ തന്നെ ഇരിപ്പുണ്ട് അമ്മയും ദേവും. അവരുടെ കൂടെ ഇരിക്കുന്ന വാണിയെ കണ്ടതും ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്ന്, ആ നീയെപ്പത്തി, അത് ഈ സമയത്ത്? അവൾ ഓടി അവൻ്റെ അടുത്തേക്ക് കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി ചുണ്ടോട് ചേർത്തും ഒന്ന് പുള്ളിപ്പിടഞ്ഞ് കൈവലിച്ചവൻ. അത് കണ്ടൊന്നും മിണ്ടാൻ പോലും ആവാത്ത അറിഞ്ഞിരുന്നു അമ്മയും ദേവും. പിന്നെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. എന്താണ് നീ കാണിച്ച്? നിനക്കിത് എന്തു പറ്റി? എന്ത് പറ്റിയെന്ന്? ഇപ്പൊ ഈ ലോകത്തെ ഏറ്റവും സന്തോഷത്തിൽ ഞാനായിരിക്കടാ. എന്താ നിന്റെ പുതിയ കേസ് എന്തെങ്കിലും ജയിച്ചോ? ചിരിച്ചുകൊണ്ടാണ് എന്തോ ചോദിച്ചത്. ഓ, അവൻ്റെ ഒരു തമാശ. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് കേട്ട് എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. എന്നാലും അത്രയും പേര് മുമ്പിൽ വെച്ച് പറയത് എന്നോടായിട്ട് പറഞ്ഞൂടായിരുന്നോടാ? ഒരു ഞെട്ടിലോടെയായിരുന്നു അവനത് കേട്ടത്. വെള്ളത്തിന്റെ പുറത്ത് അമ്മുവിനെ ഇളക്കാൻ പറഞ്ഞ കാര്യം. നീ ഇതെന്തറിഞ്ഞിട്ടാ? അത് ഞാൻ അപ്പോഴൊരു സിറ്റുവേഷനിൽ അമ്മുവിനെ, എന്റെ ഫ്രണ്ട് ഗ്രീഷ്മ അവിടെ ഉണ്ടായിരുന്നു, ഇതേ ഉണ്ടോ എന്നും പറഞ്ഞ് ഫോണിൽ ആ വീഡിയോ അവനെ കാണിച്ചു. കണ്ണു തള്ളിപ്പോയി അനന്തുവിന്റെ. ഒരു പെരുപ്പോടെയായിരുന്നു അത് അവൻ കണ്ടത്. ഈശ്വര, ഇതേത് തിണ്ടി പട്ടിയാണ് എടുത്ത് അവൻ മനസ്സിൽ ആലോചിച്ചു പോയി. കളയിടിയത് എന്തിന്? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വാസമാവുന്നില്ല അനന്തു. നീ വിശ്വസിക്കണ്ട, അത് എനിക്ക് നല്ലത്. നീ അമ്മയും ദേവനെയും കാണിച്ചോ? പപ്പയ്ക്കും മമ്മിക്കും അയച്ചു കൊടുത്തു. സബാഷ്. അപ്പൊ ഇവിടെ എനിക്കുള്ള കുഴി വെട്ടി മനസ്സിൽ പറഞ്ഞു പോയി അവൻ. വാണി, അത് പിന്നെ അത് സോറി. ഈ ഒറ്റ വാക്കുകൂടി നിന്റെ മനസ്സ് വേദനിപ്പിച്ചെങ്കിൽ നീ എന്നല്ല വേറൊരു പെണ്ണു അന്തരീക്ഷന്റെ മനസ്സിലുണ്ടാവില്ല. അവിടെ ഒരാൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, എൻ്റെ അമ്മുവിന്, അവൾക്ക് മാത്രം. അവൻ്റെ ആ വാക്ക് കേട്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു. പിന്നെ ഒന്ന് ചിരിച്ചു. എനിക്കത് അറിയായിരുന്നു. പിന്നെ ഞാനൊന്ന് സംശയിച്ചു പോയി, നിനക്കിത് എന്തു പറ്റിയെന്ന്. നേരത്തെ അറിഞ്ഞിരുന്ന ഞാൻ പിന്നെ കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ചു പോയി. സോറി കേട്ടോ. നിറഞ്ഞു വന്ന കണ്ണു തുടച്ച് പിന്നെ എന്തോർത്ത പോലെ അവനെ നോക്കി. എടാ പട്ടി, നീ എന്താ പറഞ്ഞേ? എൻ്റെ അമ്മു എന്നോ? അപ്പൊ ഈ കാണിച്ചു കൂട്ടി മുഴുവനും? ചോദിച്ചുകൊണ്ടൊരു സംശയത്തോടെ നോക്കി അവനെ വാണി. ഒരു കള്ളച്ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു അവൻ. അത് കണ്ടത് കയ്യിലിരുന്ന ഹാൻഡ് ബാഗ് വെച്ച് അവനെ അടിച്ചവൾ. ആ നോവുന്നടി പുല്ലേ. അത് കേട്ടത് അവളൊന്ന് ചിരിച്ചു, എങ്കിലും കണ്ണിറഞ്ഞിരുന്നു. ഞാൻ പേടിച്ചു. നീ അവൻ പറയാമെന്ന് നിർത്തി അവളെ നോക്കി. നീ എന്തോർത്ത്? ഞാൻ പകരം വീട്ടുന്നു. അതിനിത് മെഗാ സീരിയൽ എന്നല്ലല്ലോ, ഇത് കഥ വേറെ ട്രാക്ക് മോനെ. ഈ തിരക്കഥ എഴുതിയത് വസീമോ? അതാര്? അവനെന്തൊരു ഒരു സംശയത്തോടെ വാണിയും നോക്കി. ഓ അതോ, അതിൻ്റെ ഒരു ഫ്രണ്ടാ, നിന്നെ പോലെ. പക്ഷെ നിന്നെ പോലെ തന്നെ ഒരു കിളി പോയിരിക്കുന്നവനാ. ആള് വേറെ ലെവലാ. സമയം പോലെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അവ പറഞ്ഞു വന്ന് ഞാൻ വിരകാമിയായിട്ട് കണ്ണുനീർ വാർക്കില്ല പോനെ. വേറൊരുത്തനെ കിട്ടിയാലും 4 പറ്റി സുഖമായിട്ട് അങ്ങ് ജീവിക്കാം. പിന്നെ കിട്ടിയാ കൂട്ടി, അല്ലെങ്കിൽ ചട്ടിയെന്ന് ഓർത്ത് എറിഞ്ഞു നോക്കിയതാ, ഏറ്റില്ല. അത് പറയുമ്പോഴും അവളുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. അത് വാശിയോടെ തുടച്ചു. എടി, ഞാൻ ചെയ്ത് മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റ് തന്നെയാ, അതെനിക്കറിയാം. പക്ഷെ അതെൻ്റെ ശരിയായിരുന്നു. എനിക്കിനി അവളെ നഷ്ടപ്പെടുത്താൻ വയ്യടി. അതാ. അത് പറഞ്ഞിരുന്നു. നിർത്താതെയുള്ള ഹോണടി കേട്ട് രണ്ടുപേരും പുറത്തേക്ക് നോക്കി. അത് ജോൺഫിയാണല്ലോ. ഇവനെന്താ ഈ നേരത്ത്?
ഒരു സംശയത്തോടെ പുറത്തേക്ക് നോക്കി അനന്തു. ഡാ ഒന്ന് വേഗം വാ, നമുക്കൊരിടം വരെ പോണം. ജോൺഫിയുടെ ശബ്ദം എറിയുന്നു. എന്താടാ, എന്തുപറ്റി? നീ കേറ്. ആ വാണി, നീ ഇവിടെ നിൽക്ക്. അമ്മയും ദൈവം തനിച്ചേ ഉള്ളൂ, ഞങ്ങൾ വരാൻ കുറച്ച് വൈകും. എടാ നീ എന്തെങ്കിലും നിൽക്കുന്നത്, സമയമില്ല. പറഞ്ഞതും അനന്ത് കയറിയതും അവരോടൊന്ന് പോയിരുന്നു. അപ്പോഴൊരു സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അനന്ത്. ഡാ നീ അപ്സെറ്റ് ആവരുത്, അതുപോലെ പറയുന്ന ക്ഷമയോടെ കേൾക്കണം, ബഹളം വയ്ക്കരുത്. അത് കേട്ടത് അനന്തുവിന്റെ കണ്ണു കുറുകി, നെഞ്ചിലെന്തോ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു. അത് എന്താടാ, പറ പറയാൻ. അവൻ അലറി. അമൃതക്കൊരു ആക്സിഡന്റ്, ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കാറിൽ എതിർ വന്നൊരു ടിപ്പർ ഇടിച്ചൊന്നും അറിയാൻ സാധിച്ചു. എടാ വർഗീസ് അങ്കിളാണ് അറിയിച്ചത്. മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. ജോൺ അങ്കിൾ സ്പോട്ടിൽ തന്നെ. ഒന്നും കേൾക്കാനാവാ സീറ്റിലേക്ക് ചാഞ്ഞു അനന്ത്. എടാ അവള് എന്നെ വിട്ട് പോയി കാണൂടാ, പോയി കാണും. അനന്തുവിന് അമൃതയെ വിധിച്ചിട്ടില്ല അല്ലേടാ? എടാ നീ എന്തൊക്കെയാ പറയുന്നത്? അവൾക്കൊന്നുമില്ല, ഒന്നും പറ്റില്ല. നമുക്ക് തിരിച്ചു പോവാ, എനിക്ക് കാണണ്ട അവളെ. വേണ്ടടാ, ചോരയിൽ കുളിച്ച അവളെ വേണ്ട. പറഞ്ഞുകൊണ്ട് സീറ്റിൽ തലയിട്ട് ഒരു ചെറിയ ഭ്രാന്തനെ പോലെ. നിർത്താൻ മതി പറഞ്ഞ്, ചുമ്മാ വട്ടു പറയത്. ഈ സമയം നീ അവിടെ വേണം. ജോൺഫിയെ കെട്ടിപ്പിടിച്ചൊരു കുഞ്ഞിനെ പോലെ അലറിക്കരഞ്ഞ അനന്ത് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വർഗീസ് അങ്കിളും മകളും ഉണ്ടായിരുന്നു. തളർന്നു പോകുന്നവനെ ചേർത്ത് പിടിച്ചിരുന്ന ജോൺഫി. ഇവനെന്താ അവിടെ കാര്യം? ആ പെൺകൊച്ചു തകർന്നു പോയിട്ടാ യാത്ര പറഞ്ഞു പോയത്, അതറിയോടാ? സമാധാനടാ ചേറ്റേ, പറഞ്ഞുകൊണ്ട് വർഗീസ് നിന്ന് പറിച്ചു. ശേഷം അവനെ തല്ലാനായി കൈവീശി. അങ്കിൾ വേണ്ട, അങ്കിൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ഞാൻ പറയാം, എല്ലാം പറയാം. ജോൺഫി അയാളെ തടഞ്ഞു. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്ന അയാളുടെ മുഖം. എന്തു നേടാൻ തയ്യാറായി നിന്നിരുന്നു അനന്ത്. അവനെല്ലാം തകർന്നവനെ പോലെ കസേരയിലിരുന്നു. അമൃതയുടെ കൂടെ ആരാ ഉള്ളത്? ഒരു നേഴ്സ് വന്ന് ചോദിച്ചു. ചാടി എഴുന്നേറ്റു അനന്തു. അമൃത എന്റെ അമ്മു, അവൾക്ക് എന്താ? ബോധം തെളിഞ്ഞിട്ടില്ല, സർജറി കഴിഞ്ഞു, ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും പറഞ്ഞുകൊണ്ട് നേഴ്സ് അകത്തേക്ക് കയറിപ്പോയി. സർജറി? എന്ത് സർജറി? വയറിനും കാലിനുമായിട്ടാണ് കൂടുതൽ പരിക്കുള്ളത്. അങ്കിളുടെ സൈഡിലായിട്ടാണ് ഇടിച്ചത്. അതാണ് അങ്കിൾ സ്പോട്ടിൽ വെച്ച് തന്നെ. വർഗീസ് അങ്കിളുടെ മകൻ ഫെലിക്സ് ആണ് അത് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നാളെ നടത്തുള്ളൂ. പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നെ കരുതിക്കുട്ടിയുള്ള ആക്സിഡന്റ് ആണ്, കണ്ടവരുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഇടിച്ചു എന്നാ പറഞ്ഞു. അമൃത ഭാഗ്യം കൊണ്ടാണ്. പറഞ്ഞു നിർത്തി ഫെലിക്സ്. അവന്റെ വാക്കുകൾ ചാട്ടുളി പോലെ നെഞ്ചിൽ തറച്ചു. വർദ്ധിച്ചു വന്ന കോപത്തോടെ ഒരു മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. മഹാദേവൻ. മനസ്സിൽ അനന്തു ആ പേര് പലവിട്ടം ഉരുവിട്ടു. അവന്റെ കണ്ണുകൾ അഗ്നിവർണ്ണമായി. കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കാറ്റുപോലെ പോകുന്നതിന്റെ പുറകെ ചെന്ന് ജോൺഫി. നീ ഇതെങ്ങോട്ടാ? റോയെല്ലാം പോവാ, അവിടെ ആള് വേണ്ടേ? ജോണെങ്കിളുടെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. അവരിതുവരെ അറിഞ്ഞിട്ടില്ല. കൊല്ലണം, ആ മഹാദേവനെ കൊല്ലണം, കൊല്ലും ഞാൻ. കണ്ണുകളിൽ രക്തവർണ്ണമായി. മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവന്റെ. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? കൊന്നിട്ട് നീ ജയിലിൽ പോവും. അപ്പോഴും ആരുമില്ലാതാവുന്ന ആർക്കടാ? ആലോചിച്ച് നോക്കിയിട്ടോ നീ? നിന്റെ അമ്മുവിന്. നീ ഒന്ന് അടങ്ങ്. അയാളെ വെറുതെ വിടില്ല നമ്മള്. അതിനു പറ്റിയ സമയവും സന്ദർഭം ഇതല്ല. കാത്തിരിക്കാം നല്ലൊരു അവസരത്തിന് വേണ്ടി. ഇപ്പൊ നീ വരാൻ നോക്ക്. എടാ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോലീസ് അവിടെ വഴിക്ക് അന്വേഷിക്കട്ടെ. പോലീസ് അവിടെ അടുത്തേക്ക് വന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അതായത് ഈ മരിച്ച അബ്രഹാം ജോണിന് ശത്രുക്കളാരെങ്കിലും? ഒരു പോലീസുകാരൻ ചോദിച്ചതും പറയാനായി ജോൺഫി മുന്നോട്ടാഞ്ഞതും അനന്ത് തടഞ്ഞു. പറയരുതെന്ന് തലയനക്കി. ഇല്ല സാർ, ജോൺ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. അവർ കുറേ വർഷങ്ങളായിട്ട് ഡൽഹിയിലായിരുന്നു. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരുമായിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. വർഗീസ് ആയിരുന്നു അത് പറഞ്ഞു. പിന്നെയും കുറച്ചു നേരം കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പോലീസുകാർ പോയി. നീ എന്തിനാണ് എന്നെ തടഞ്ഞ്? എടാ ജോൺഫി, അയാൾക്കുള്ള ശിക്ഷ പോലീസും കോടതിയുമല്ല നടപ്പിലാക്കുന്നത്. അത് ഈ അനന്തുമായിരിക്കും. ശിക്ഷ വിധിക്കുന്ന എന്റെ കോടതിയിൽ. എന്റെ പെണ്ണിനെ തൊട്ടിട്ട് ജയിലിലെ സദ്യ കൊണ്ട് കൊഴുപ്പിക്കില്ലെന്നറിയേ. അതും പറഞ്ഞ് ദേഷ്യത്തോടെ മുഷ്ടിരുട്ടി ഭിത്തിയിൽ ആഞ്ഞടിച്ചു അവൻ. അനുഭവിപ്പിക്കും ഞാൻ. മരണം എന്താണെന്ന് ശരിക്കും അയാൾ അറിയും. അറിയിച്ചു കൊടുക്കുകയാണ് കൃഷ്ണൻ. അതും പറഞ്ഞ് മുണ്ടുമടക്കി കുത്തി വരാന്തയിലൂടെ പോകുന്നവനെ നിസ്സഹായനായി നോക്കി നിന്ന് ജോൺഫി ഒരു പേടിയോടെ. ദിവസങ്ങൾ ഓരോന്നും പോയിക്കൊണ്ടിരുന്നു. ജോൺ അങ്കിളുടെ അടക്ക് കഴിഞ്ഞിരുന്നു. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു അമൃത കണ്ണു തുറക്കാൻ. ഇപ്പോൾ ഒരാഴ്ചയാവുന്നു അമ്മ ICUവിലായിട്ട്. അമ്മയും ദൈവവും വന്ന് നിന്നിട്ട് പോലും ഒരിക്കൽ പോലും കയറി കണ്ടിട്ടില്ല അവൻ അവളെ. എനിക്ക് തകർന്നെടുക്കുന്ന അവളെ കാണണ്ട. അവൾ ഉണരട്ടെ. ആദ്യം കാണുന്ന എന്നെ ആയിരിക്കും. ICUവിന്റെ ഡോർ തുറക്കുമ്പോൾ ആവശ്യമില്ലാതെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നറിഞ്ഞു അനന്തു. ഒരു തരം തണുപ്പ് ആകമൊത്തം മൂടിയിരുന്ന അവനെ. എങ്ങോട്ടോ മിഴികൾ ഊന്നിക്കിടക്കുന്നവരുടെ മുമ്പിൽ പോയി നിന്നു. ആ മിഴികളൊന്ന് പിടച്ചു. പിന്നെ എന്തോ ഓർത്ത പോലെ താഴ്ന്നു. മിഴികൾ പൊഴിയാൻ നിന്ന പോലെ ഒരു നീർക്കണം അവളുടെ കവിളിനെ തഴുകി. അവളുടെ കയ്യിൽ അവൻ തന്റെ കൈ ചേർത്തു. ഒന്ന് വിറകൊണ്ട് അത് തന്റെ ഹൃദയത്തെ തൊട്ടതറിഞ്ഞ് വിടുവിക്കാനൊരു പാഴ്ശ്രമം നടത്തിയ അമൃത. ബലം പിടിച്ചതും വയറ് ചെറുതായി വേദനിച്ച്. അപ്പോഴവനെ നോക്കാനാവാതെ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി. അവന്റെ വിരലുകൾ തന്റെ കൈ തലോടുന്നറിഞ്ഞു അവൾ.
റൂമിലേക്ക് ഡോക്ടർ വന്നിട്ടും കൈവിട്ടില്ല. അവൻ തന്നെ കൊണ്ട് ആവുന്നത്രയും ബലത്തിൽ ശ്രമിച്ചു. അമൃത, അറിയോ ഓക്കെ? ഡോക്ടർ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഒരു നോവുള്ള ചിരിയായിരുന്നു അവളുടെ ഉത്തരം. ഡോക്ടർ, എൻ്റെ പപ്പ ഒന്ന് കാണിക്കൂ എന്നെ. ഡോക്ടറോടുള്ള അവളുടെ ആ ചോദ്യത്തിൽ അവളോടുള്ള പിടിയൊന്നുകൂടെ മുറുക്കിയിരുന്ന അവൻ്റെ കൈയൊന്ന് അഴഞ്ഞു. ശേഷം അവൻ ഡോക്ടറെ നോക്കി. സി അമൃത, താൻ ടെൻഷനാവരുത്. അത് കേട്ടതും കൈവിടാൻ തുടങ്ങിയ അവൻ്റെ ഒരു കൈ ഒരാശ്രയത്തിനായി മുറുകെ പിടിച്ചു അവൾ, വർദ്ധിക്കുന്ന ഹൃദയമിടിപ്പോടെ. യുവർ ഫാദർ ഇസ് നോ മോർ അമൃത. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും കണ്ണുകൾ ഇറുക്കി അടച്ചു. അടുത്തു നിന്നവന്റെ നെഞ്ചിലേക്ക് തലയായിച്ചു. ഒരു നോവോടെ മുഖം നെഞ്ചിലമർത്തി. അവളുടെ ആ കണ്ണുനീർ തന്നെ പൊള്ളിക്കുന്ന പോലെ തോന്നി അവന്. അലറിക്കരച്ചിലെ ഏങ്ങലടികളായി മാറി. ശേഷം വലം കൈ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചവും തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു അനന്തു. എനിക്കിനി ആരുമില്ല, സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എൻ്റെ അപ്പേ, അപ്പോഴേക്കും പോയി. ഞാൻ വീണ്ടും പറഞ്ഞതും വാക്കുകൾ മുറിഞ്ഞു. എല്ലാം തകർന്ന് കരയുന്നവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയില്ലായിരുന്നു അവന്. ചേർത്ത് പിടിച്ച് ആ നെറ്റിൽ ഉമ്മ വെച്ചതും കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവളുടെ. വാടിയ താമരപ്പൂ പോലെ തളർന്നു വീണിരുന്ന അവന്റെ കൈക്കുള്ളിൽ അമൃത. അമ്മു, ഏയ് എന്തു പറ്റി അമ്മു? അവളുടെ കവിളിൽ തട്ടി വിളിച്ചു അവൻ. ഏയ് ഡോൺ വെറി, BP ലോ ആയതാണ്, പിന്നെ ഒരാഴ്ച കൂടെ ഇവിടെ കിടക്കേണ്ടി വരും. സി മിസ്റ്റർ അനന്തു, മാനസികമായും ശാരീരികമായിട്ടും ആൾ തളർന്നു പോയിട്ടുണ്ട്. ശരിയാവാൻ കുറച്ച് സമയമെടുക്കും. സ്നേഹവും പരിചരണവും കൊടുത്താൽ മതി. പിന്നെ കാല് ശരിയാവാൻ കുറച്ച് മാസങ്ങളെടുക്കും. മുറിവ് അത്രയും ആഴത്തിലുള്ളതായിരുന്നു. എനിവേ, തൻ്റെ ഭാര്യ ഓക്കെയാണോ? അത് കേട്ടതും അവൻ്റെ ഒരു ആശ്വാസം വന്നിരുന്നു. അതും പറഞ്ഞ് ഡോക്ടർ അവൻ്റെ തോൾ തട്ടി പുറത്തേക്ക് പോയി. അതിനിടയിൽ ഒരു ദിവസം അമ്മച്ചി വന്നിരുന്നു അവളെ കാണാൻ. കുറെ കരഞ്ഞു അവർ. ഡിസ്ചാർജായി അമ്മച്ചിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. ജോൺഫിയും വാണിയും വന്നിരുന്നു. അവനെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു വാണി. എന്താടി കോപ്പേ, അമ്മു നോക്കുന്നു. കണ്ണുകൾ താഴ്ത്തിയിരിക്കുന്നവളെ നോക്കി പറഞ്ഞവൻ. ഇവിടെ എന്തോ കരിയുന്ന മണം വരുന്നുണ്ടല്ലോ. ഒരാളുടെ ഹൃദയം കരിയുന്ന മണാണല്ലോ. അത് പറഞ്ഞ് ചിരിച്ചു വാണി. എടി വക്കീല്, അല്ലെങ്കിൽ തന്നെ സങ്കടപ്പെട്ടിരിക്കും എൻ്റെ പെണ്ണ്. ഓഹോ, അത്രയും സങ്കടമാണ് ഈ പറയടാ നിന്റെ മനസ്സിലുള്ളത്? പറയില്ല, അവള് മനസ്സിലാക്കട്ടെ. കുറെ പറഞ്ഞതാ, അന്ന് കേട്ടില്ല. ഇനി സ്വയം മനസ്സിലാക്കുന്നത് നല്ലതാ. കൊച്ചു കള്ളൻ. അവന്റെ ചെവി അവർ അതും പറഞ്ഞ് വയറിലൊന്ന് കുത്തി വാണി. അവരുടെ സ്നേഹത്തോടെയുള്ള സംസാരം കേട്ട് ഒരേ സമയം കുശുമ്പും സങ്കടവും തോന്നി അമൃതക്ക്. അത് അവളിൽ കാണാതിരിക്കാൻ തിരിഞ്ഞു കിടന്നു. അമൃത, ഇടയ്ക്ക് വരാൻ കേട്ടോ, ശല്യപ്പെടുത്താനെങ്കിൽ എറണാകുളത്തേക്ക്, അമ്മച്ചിയുടെ വീട്ടിലേക്ക്. അവളുടെ അടുത്ത് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു വാണി. അതിനൊന്ന് ചിരിക്കുക മാത്രം ചെയ്ത അമൃത. ഡിസ്ചാർജായി, നമുക്കിന്ന് ഇറങ്ങിയാലോ? ജോൺഫി അങ്ങോട്ട് ചെന്ന് പറഞ്ഞു. അതിനൊന്ന് തലയാട്ടി അനന്ത്. വീൽ ചെയറിലേക്ക് ദയനീയമായി നോക്കി അമൃത. അതുമായി നിൽക്കുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫിലേക്കും. അയാൾ അവളെ പിടിക്കാനായി വന്നു. അവളുടെ ഇടുപ്പിൽ കൈ ചേർത്തെടുത്തിരുന്നു അനന്ത്. ജോൺഫി, കടം നോക്കിയേക്കണേ, പിന്നെ അമ്മയും ദൈവനൊന്ന് ശ്രദ്ധിച്ചോളണം, ഞാൻ വിളിക്കാൻ തന്നെ. അതും പറഞ്ഞുകൊണ്ട് അവളെ കാറിലേക്ക് ഇരുത്തിയവൻ. നിങ്ങളും വരുന്നുണ്ടോ? അവൾ വിക്കി വിക്കിക്കൊണ്ട് ചോദിച്ചു. ഉണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവളെ ഒന്ന് രൂക്ഷമായി നോക്കി ചോദിച്ചു അവൻ. അതില്ല, എന്നാലും നമ്മുടെ നിങ്ങളുടെ കല്യാണം. അതെ, എന്തെങ്കിലും പറയാണ്ടേ വായ തുറന്ന് പറയണം, അല്ല അതിനുള്ളിൽ പൂട്ടി വെച്ചല്ല പറയണ്ട് കേട്ടോ. അത് ഞാൻ തനിച്ചു പോയിക്കോളാം, കൂടെ വരണ്ട. മനസ്സുകൊണ്ട് ഇപ്പോൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഏയ്, നിന്നോടല്ലേ ഞാൻ പറഞ്ഞ്, ഞാനും വരുന്നുണ്ട്. കുറച്ചു ദിവസം എന്നെ സഹിക്കാൻ പറ്റില്ല നിനക്ക്? അതും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ. പരസ്പരം കണ്ണുകൾ കോർത്തും എന്തോ ഒരു വിറയലോടെ മുഖം വെട്ടിച്ചു അവൾ. അത് കണ്ടപ്പോൾ അനന്തുവിന് ശരിയാണ് വന്ന്. തന്നോടുള്ള പ്രണയം മറച്ചു വെക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ട് പെണ്ണ്. എന്തുകൊണ്ടാ പെണ്ണേ നീ എന്നെ മനസ്സിലാക്കാത്തത്? ഈ അനന്തകൃഷ്ണന്റെ നെഞ്ചിൽ അമൃത മാത്രമേ ഉള്ളൂ എന്ന്. കാറിൽ ബാക്ക് സീറ്റിൽ അവിടെ അടുത്ത് തന്നെ ഇരുന്ന അവൻ ജോൺഫിയോട് വാണിയോട് യാത്ര പറഞ്ഞു. ശേഷം അവർ പോയി. വേഗത്തിൽ മിടിക്കുന്ന ഹൃദയത്തെ പിടിച്ചിർത്താൻ വല്ലാതെ പാടുപെട്ടു അമൃത. അവന്റെ സാന്നിധ്യം പോലും വല്ലാതെ തളർത്തുന്നുണ്ടെന്ന് ഒരുതരം പ്രത്യേക വികാരത്തോടെ അറിഞ്ഞു അവൾ. വിരിഞ്ഞു നിൽക്കുന്ന മാറിൽ തലവെച്ചെന്ന് ഉറങ്ങാൻ എന്തിനെന്നറിയാതെ കൊതിച്ചുപോയി അമൃത. ഇടം കണ്ണിട്ട് നോക്കുമ്പോൾ അവന്റെ മിഴികൾ പുറംകാഴ്ചകളാണെന്നുള്ളത് എന്തോ ഒരു വിഷമം തോന്നി. ഇടയ്ക്ക് ഡ്രൈവർക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനന്തു, അവള് വിളിച്ചു. അവനൊന്നും നോക്കി അവളെ എന്തെന്ന അർത്ഥത്തിൽ. അത് ഞാൻ അല്ല, നിങ്ങൾക്ക് എന്നെ വഴിയറിയാം. മടിച്ചാണെങ്കിലും ചോദിച്ച അമൃത. ജോണപ്പാട് അടക്കിന് പോയിരുന്നു. അവൾ നോക്കാതെയായിരുന്നു അവനത് പറഞ്ഞത്. ഒന്ന് മൂളി സങ്കടത്തോടെ സീറ്റിലേക്ക് ചാരി അങ്ങനെ മയങ്ങിപ്പോയിരുന്നു അവൾ. കാറ് ബ്രേക്ക് ഇട്ടതും ഒരു ഞെട്ടിലോടെ കണ്ണു തുറന്നു. കട്ടിരോമക്കാടുകൾക്കിടയിലൂടെ തൂങ്ങിക്കിടക്കുന്ന രുദ്രാക്ഷമാലയിലേക്കും ലോക്കറ്റിലേക്കും കണ്ണു പതിഞ്ഞു. നിറഞ്ഞു വന്ന പുഞ്ചിരിയോടെ രോമക്കാടുകളെ തഴുകി ആ നെഞ്ചിലെ ചൂടും പറ്റിയൊരു കുഞ്ഞുവാവയെ പോലെ ചുരുണ്ടു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഒരു ഞെട്ടിലോടെ അകന്നു മാറി. ഒരു ചമ്മലോട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ നല്ല ഉറക്കത്തിലാണെന്നറിഞ്ഞു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് നിരങ്ങി വിൻഡോയുടെ അടുത്തേക്ക് ഇരുന്നു. പുറത്തേക്ക് നോക്കിയതും ചുണ്ടിലൊരു പ്രണയത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. അറിയാതെ അവന്റെ ഹൃദയവും പെരുമ്പറ കൊട്ടി. അതിന്റെ സന്തോഷം നേരത്തെ ഒരു ചിരിയായി അവനിലും വിരിഞ്ഞു. ശേഷം ഒന്നും അറിയാത്ത പോലെ കണ്ണുകൾ അടച്ച് അങ്ങനെ തന്നെ കിടന്നു. എറണാകുളത്ത് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മച്ചി വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. കാറിന്റെ ഡോർ തുറന്ന് ഒരു ചിരിയോടെ പുറത്തിറങ്ങി അനന്തു.
ശേഷം അമൃതയുടെ സൈഡിലെ ഡോർ നിന്നും എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുകൾ അടച്ചിരുന്നു. പിന്നെ അവൻ തന്റെ കൈകൾ കോരിയെടുത്തു അവളെ. അമ്മച്ചി, എവിടെ ഞങ്ങളുടെ മുറി? അത് മോളുടെ റൂം മുകളിലായിരുന്നു. ഇനിയിപ്പോൾ കാല് വയ്യാതെ എങ്ങനെയാ മോനെ? അതുകൊണ്ട് താഴെ തന്നെ ഞാൻ റൂം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഓ, അത് വേണ്ട അമ്മച്ചി, എനിക്ക് മുകളിലെ റൂമാണ് ഇഷ്ടം. പിന്നെ നല്ല കാറ്റൊക്കെ ഇട്ടില്ലേ, പിന്നെ അവളുടെ കാല്, അതിനല്ലേ ഞാനുള്ളത്. അതും പറഞ്ഞുകൊണ്ട് അവളെ അങ്ങനെ തന്നെ കൈകൾ കോരി മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓരോന്നായി കയറി അനന്തു. നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു അമ്മച്ചി. അവന്റെ സംസാരവും രീതികളും അതിശയത്തോടെ നോക്കിയിരുന്നു അമൃത. കാരണം ഇതൊന്നും അവൾ കണ്ടിട്ടില്ലായിരുന്നു. താൻ ഈ മനുഷ്യനെ ഇത്രത്തോളം വേദനിപ്പിക്കുകയായിരുന്നല്ലോ എന്ന് ആലോചിച്ചു പോയി അവൾ. കട്ടിൽ അവൾ ഇരുത്തിയിട്ട് കൈകൾ വലിച്ചു കുടഞ്ഞവൻ. ആനന്ദ്, എന്ത് വായിച്ച? എന്താ ഇതിനൊക്കെ അർത്ഥം? നമ്മൾ ഡിവോഴ്സ് ആയവരാ, നീ ഇപ്പം എൻ്റെ ആരുമല്ല. അവന്റെ മുഖത്ത് നോക്കാതെ ദേഷ്യം അഭിനയിച്ച് അത്രയും പറഞ്ഞ അമൃത. അത് കേട്ടത് അവളുടെ അടുത്ത് വന്ന് കട്ടിൽ രണ്ട് കൈകളും മുഷ്ടി ഉരുട്ടി കുത്തി അവളുടെ മുഖത്തിന് നേരെ നിന്നു അനന്തു. ശേഷം ഒരു കൈ ചുരിദാർ ടോപ്പിൽ നിന്നും അവളുടെ നെഞ്ചോട് പറ്റിയേർന്ന് കിടക്കുന്ന മാല കൈകളാൽ പൊക്കി പുറത്തേക്ക് ഇട്ടു. അപ്പൊ ഇത് ഞാൻ നിന്റെ ആരുമില്ലെങ്കിൽ, നമ്മൾ തമ്മിലൊരു ബന്ധമില്ലെങ്കിൽ, പിന്നെ എന്റെ പേരിൽ കൊത്തിവെച്ച ഈ താലി എന്തിനാ ഈ മാറോട് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത്? പറ അമൃത, പറയാൻ. അവന്റെ ആ ഉറച്ച ശബ്ദവും തീക്ഷ്ണതയേറിയ കണ്ണുകളുടെ നോട്ടവും താങ്ങാനാവാതെ അവൾ മുഖം താഴ്ത്തി. അത് കണ്ടതും അവളുടെ താടിത്തുമ്പിൽ അവൻ പിടിച്ചുയർത്തി. പറയാം മുട്ടി, പറയാൻ. ഇത്തവണ അവന്റെ ആ ശബ്ദം അത്രയും പ്രണയാർദ്രമായിരുന്നു. അവളുടെ മുഖത്തിന് നേരെ അവൻ മുഖമടുപ്പിച്ചു. അവളുടെ മൂക്കിൽ അവൻ മൂക്കുമുട്ടിച്ചു. അവന്റെ ചൂട് നിശ്വാസം അവളുടെ കവിളിനെ തൊട്ട് പോയതും അമൃത ഒരു നിമിഷം പുറകോട്ട് ആഞ്ഞുപോയി. അത് ഞാൻ അഴിക്കാൻ മറന്നുപോയതാ, വിക്കി വിക്കി പറഞ്ഞു അവൾ. അവൾ അത് പറഞ്ഞതും അവൻ അവളിൽ നിന്നും മാറി നിന്നു. ഓഹോ, ഈ 7 മാസവും നിന്റെ മാറോടിട്ടി കിടന്നിട്ടും നീ മറന്നെങ്കിൽ അത് കൊള്ളാലോ. വല്ലാത്ത മറിയു തന്നെ. ശരി, എന്നാ ഇപ്പോഴത്തല്ലോ അഴിച്ചെന്നേക്ക് എന്നും പറഞ്ഞ് അവൾക്ക് നേരെ കൈ നീട്ടിയവൻ. അഴിച്ചാ, പെട്ടെന്നാവട്ടെ, അഴിച്ചെന്നേക്ക് താലി. ഭാവ്യത്യാസമൊന്നുമില്ലാതെ അവൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കൈ നീട്ടി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.